ഹോൾ ടിക്കറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിൽ നിന്നുള്ള 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇത് പാർട്ട് 1 ആണ്. നമുക്ക് ഓരോ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കറണ്ട് അഫയേഴ്സും കൂടി പഠിച്ചിട്ട് പോകാം. കറണ്ട് അഫയേഴ്സ് എല്ലാം അവസാനം പഠിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചെറുകിട കയറ്റുമതിക്കാർക്ക് ഉയർന്ന ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി നിർവിക്. ചെറുകിട കയറ്റുമതിക്കാർക്ക് ഉയർന്ന ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് നിർവിക്, നിർയാത് ദിൻ വികാസ് യോജന. ഏപ്രിൽ 1-ന് IRDAI തുടക്കം കുറിച്ച സ്റ്റാൻഡേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആരോഗ്യ സഞ്ജീവനി. ഏപ്രിൽ 1-ന് IRDAI തുടക്കം കുറിച്ച സ്റ്റാൻഡേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ആരോഗ്യ സഞ്ജീവനി. EY വേൾഡ് എന്റർപ്രനർ ഓഫ് ദ ഇയർ 2020 ആയ ഇന്ത്യൻ വനിത കിരൺ മജുംദാർ ഷാ. EY വേൾഡ് എന്റർപ്രനർ ഓഫ് ദ ഇയർ 2020 ആയ ഇന്ത്യൻ വനിതയാണ് കിരൺ മജുംദാർ ഷാ. ലോകബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ സീനിയർ അഡ്വൈസറായി നിയമിതനായ ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ രാജീവ് ടോപ്നോ. ലോകബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ സീനിയർ അഡ്വൈസറായി നിയമിതനായ ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ് രാജീവ് ടോപ്നോ. MSME രംഗത്തുള്ളവർക്കായി കേന്ദ്ര സർക്കാർ പുതുതായി തുടങ്ങിയ രജിസ്ട്രേഷൻ പോർട്ടൽ ഉദ്യം രജിസ്ട്രേഷൻ. MSME രംഗത്തുള്ളവർക്കായി കേന്ദ്ര സർക്കാർ പുതുതായി തുടങ്ങിയ രജിസ്ട്രേഷൻ പോർട്ടലാണ് ഉദ്യം രജിസ്ട്രേഷൻ. ഇന്ത്യക്ക് 75,000 കോടിയുടെ ഡിജിറ്റലൈസേഷൻ ഫണ്ട് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച ആഗോള IT സ്ഥാപനം ഗൂഗിൾ. ഇന്ത്യക്ക് 75,000 കോടിയുടെ ഡിജിറ്റലൈസേഷൻ ഫണ്ട് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച ആഗോള IT സ്ഥാപനമാണ് ഗൂഗിൾ. 2019-20 ധനകാര്യ വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാവസായിക പങ്കാളിയായ ലോകരാജ്യം US. 2019-20 ധനകാര്യ വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാവസായിക പങ്കാളിയായ ലോകരാജ്യമാണ് US. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളിയൻ ഇൻഡെക്സ് ആയ ബുൾഡെക്സ് ആരംഭിക്കുന്ന സ്ഥാപനം മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളിയൻ ഇൻഡെക്സ് ആയ ബുൾഡെക്സ് ആരംഭിക്കുന്ന സ്ഥാപനമാണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആപ്പിളിന്റെ iPhone SE 2 സീരീസിന്റെ അസംബ്ലിംഗ് ആരംഭിച്ച പ്ലാന്റ് വിസ്ട്രോൺ പ്ലാന്റ്. കർണാടകയിലെ കോലാറിലുള്ള വിസ്ട്രോൺ പ്ലാന്റിലാണ് ഇന്ത്യയിൽ ആപ്പിളിന്റെ iPhone SE 2 സീരീസിന്റെ അസംബ്ലിംഗ് പ്ലാന്റ് ആരംഭിച്ചത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് തയ്യാറാക്കിയ വ്യവസായ സൗഹൃദ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് തയ്യാറാക്കിയ വ്യവസായ സൗഹൃദ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. US-ലെ ഫോർച്യൂൺ മാസിക പുറത്തിറക്കിയ വിവിധ മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന 40 വയസ്സിന് താഴെയുള്ളവരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി ബൈജു രവീന്ദ്രൻ. ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ ബൈജു രവീന്ദ്രനാണ് US-ലെ ഫോർച്യൂൺ മാസിക പുറത്തിറക്കിയ വിവിധ മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന 40 വയസ്സിന് താഴെയുള്ളവരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി. നെതർലാൻഡിലെ റാബോബാങ്ക് പുറത്തിറക്കിയ 20 അംഗ ആഗോള ഡയറി സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കമ്പനി അമുൽ. നെതർലൻഡിലെ റാബോബാങ്ക് പുറത്തിറക്കിയ 20 അംഗ ആഗോള ഡയറി സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കമ്പനിയാണ് അമുൽ. $200 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ്. $200 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇലക്ട്രിക് വാഹനങ്ങളെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയ സംസ്ഥാനം തമിഴ്നാട്. ഇലക്ട്രിക് വാഹനങ്ങളെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്.
ഓൺലൈൻ ടെലിമാർക്കറ്റിംഗ് വ്യാപാര മേഖലകളെ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ഉപഭോക്തൃ സംരക്ഷണം പ്രാബല്യത്തിൽ വന്ന വർഷം 2020 ജൂലൈ 20. 2020 ജൂലൈ 20 മുതലാണ് ഓൺലൈൻ ടെലിമാർക്കറ്റിംഗ് വ്യാപാര മേഖലകളെ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ഉപഭോക്തൃ സംരക്ഷണം പ്രാബല്യത്തിൽ വന്നത്. ഹാരൂൺ ഇന്ത്യ ഫിലോന്ത്രാപ്പി ലിസ്റ്റിൽ ഒന്നാമതെത്തിയ വ്യക്തി അസിം പ്രേംജി. ഹാരൂൺ ഇന്ത്യ ഫിലോന്ത്രാപ്പി ലിസ്റ്റിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് അസിം പ്രേംജി. UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ പേയ്മെന്റ് സേവനം തുടങ്ങിയ സന്ദേശവിനിമയ സംവിധാനം. വാട്സാപ്പ് മെസഞ്ചർ. UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ പേയ്മെന്റ് സേവനം തുടങ്ങിയ സന്ദേശവിനിമയ സംവിധാനമാണ് വാട്സാപ്പ് മെസഞ്ചർ. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ IT കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്ഥാപനം TCS. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ IT കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്ഥാപനമാണ് TCS. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി ചെയർമാനായ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി ചെയർമാനായ മുൻ റിസർവ് ബാങ്ക് ഗവർണറാണ് ഊർജിത് പട്ടേൽ. ഇന്ത്യൻ IT വ്യവസായത്തിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി FC കോഹ്ലി. TCSലെ FC കോഹ്ലിയാണ് ഇന്ത്യൻ IT വ്യവസായത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി. ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ വകുപ്പ് 45 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് നിർബന്ധിത ലയനം പ്രഖ്യാപിച്ച സ്വകാര്യ ബാങ്ക് ലക്ഷ്മി വിലാസ് ബാങ്ക്. ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ വകുപ്പ് 45 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് നിർബന്ധിത ലയനം പ്രഖ്യാപിച്ച സ്വകാര്യ ബാങ്കാണ് ലക്ഷ്മി വിലാസ് ബാങ്ക്. നിർബന്ധിത ലയനം പൂർത്തിയാക്കിയ ലക്ഷ്മി വിലാസ് ബാങ്ക് ലിമിറ്റഡിന്റെ പുതിയ പേര് DBS ബാങ്ക് ഇന്ത്യ ലിമിറ്റഡ്. നിർബന്ധിത ലയനം പൂർത്തിയാക്കിയ ലക്ഷ്മി വിലാസ് ബാങ്ക് ലിമിറ്റഡിന്റെ പുതിയ പേരാണ് DBS ബാങ്ക് ഇന്ത്യ ലിമിറ്റഡ്. LIC ഏജന്റുമാർക്കായി ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആനന്ദ. LIC ഏജന്റുമാർക്കായി ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ആനന്ദ. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ തികച്ച കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ തികച്ച കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. രാജ്യത്തേക്കുള്ള നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി നെസ്റ്റ് അഥവാ ന്യൂ ആൻഡ് എമർജിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജീസ് എന്ന പുതിയ ഡിവിഷൻ ആരംഭിച്ച കേന്ദ്ര മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തേക്കുള്ള നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി നെസ്റ്റ് അഥവാ ന്യൂ ആൻഡ് എമർജിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജീസ് എന്ന പുതിയ ഡിവിഷൻ ആരംഭിച്ച കേന്ദ്ര മന്ത്രാലയമാണ് വിദേശകാര്യ മന്ത്രാലയം. സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് നടത്തുന്നതിലേക്കായി ജർമ്മനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ്. സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് നടക്കുന്നതിലേക്കായി ജർമ്മനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 1 മുതൽ +2 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അമ്മ വോഡി പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 1 മുതൽ +2 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അമ്മ വോഡി പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. രാജ്യത്ത് 80 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി 2019-20 സാമ്പത്തിക സർവേയിൽ മുന്നോട്ട് വച്ച ആശയം അസംബിൾ ഇൻ ഇന്ത്യ. രാജ്യത്ത് 80 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി 2019-20 സാമ്പത്തിക സർവേയിൽ മുന്നോട്ട് വച്ച ആശയമാണ് അസംബിൾ ഇൻ ഇന്ത്യ. 2020-21 കേന്ദ്ര ബജറ്റിന്റെ പ്രധാന പ്രതിപാദ്യങ്ങൾ ആസ്പിറേഷണൽ ഇന്ത്യ, എക്കണോമിക് ഡെവലപ്മെന്റ്, കെയറിംഗ് സൊസൈറ്റി. 2020-21 കേന്ദ്ര ബജറ്റിന്റെ പ്രധാന പ്രതിപാദ്യങ്ങളാണ് ആസ്പിറേഷണൽ ഇന്ത്യ, എക്കണോമിക് ഡെവലപ്മെന്റ്, കെയറിംഗ് സൊസൈറ്റി.
2020 കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ച വിവാദ് സെ വിശ്വാസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പ്രത്യക്ഷ നികുതി. 2020 കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ച വിവാദ് സെ വിശ്വാസ് പദ്ധതി പ്രത്യക്ഷ നികുതിയുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭക വകുപ്പ് തുടക്കമിട്ട അപ്പിയറി ഓൺ വീൽസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? തേനീച്ച വളർച്ച. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ സംരംഭക വകുപ്പ് തുടക്കമിട്ട അപ്പിയറി ഓൺ വീൽസ് പദ്ധതി തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് നൽകിയിട്ടുള്ള പുതിയ പേര്? അരുൺ ജെയ്റ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് അരുൺ ജെയ്റ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇന്ത്യയിലെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്ററുകളെ നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റർ അതോറിറ്റിയുടെ ആസ്ഥാനം? ഗാന്ധിനഗർ. ഗുജറാത്തിലെ ഗാന്ധിനഗർ ആണ് ഇന്ത്യയിലെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്ററുകളെ നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്ററിന്റെ ആസ്ഥാനം. ഭൂമിയില്ലാത്ത കൃഷിക്കാർക്ക് കാർഷിക വായ്പ നൽകാനുള്ള ബലറാം യോജന നടപ്പാക്കിയ സംസ്ഥാനം? ഒഡീഷ. ഭൂമിയില്ലാത്ത കൃഷിക്കാർക്ക് കാർഷിക വായ്പ നൽകാനുള്ള ബലറാം യോജന നടപ്പാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ. മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉപദേശങ്ങൾക്കായി സെബി രൂപം നൽകിയ 20 അംഗ ഉപദേശക കമ്മിറ്റി? ഉഷ തൊറോട്ട കമ്മിറ്റി. മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾക്കായി സെബി രൂപം നൽകിയ 20 അംഗ ഉപദേശക കമ്മിറ്റിയാണ് ഉഷ തൊറോട്ട കമ്മിറ്റി. ഇന്ത്യയിൽ ആദായ നികുതി ദിനം അതായത് ഇൻകം ടാക്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസം? ജൂലൈ 24. ഇന്ത്യയിൽ ആദായ നികുതി ഇൻകം ടാക്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ 24. 1975-77 കാലത്തെ ദേശീയ അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ചവർക്ക് നൽകി വന്ന പെൻഷൻ നിർത്തലാക്കിയ സംസ്ഥാനം? മഹാരാഷ്ട്ര. 1975-77 കാലത്തെ ദേശീയ അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ചവർക്ക് നൽകി വന്ന പെൻഷൻ നിർത്തലാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ജനങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകാനുള്ള അരുണോദയ് സ്കീം ആവിഷ്കരിച്ച സംസ്ഥാനം? അസം. ജനങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകാനുള്ള അരുണോദയ് സ്കീം ആവിഷ്കരിച്ച സംസ്ഥാനമാണ് അസം. രാജ്യത്തെ ഏതൊക്കെ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് 50 വർഷത്തേക്ക് സ്വകാര്യ മേഖലയ്ക്ക് നൽകാനാണ് 2020 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? തിരുവനന്തപുരം, ജയ്പൂർ, ഗുവാഹട്ടി. രാജ്യത്തെ തിരുവനന്തപുരം, ജയ്പൂർ, ഗുവാഹട്ടി വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് 50 വർഷത്തേക്ക് സ്വകാര്യ മേഖലയ്ക്ക് നൽകാനാണ് 2020 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഏത് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിന്റെ പേരാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് മാറ്റിയത്? റെലിഗർ ഹെൽത്ത് ഇൻഷുറൻസ്. റെലിഗർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സ്ഥാപനത്തിന്റെ പേരാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എന്നാക്കി മാറ്റിയത്. ഭാരതി അക്സ ജനറൽ ഇൻഷുറൻസ് കമ്പനി ഏത് ഇൻഷുറൻസ് സ്ഥാപനത്തിലാണ് ലയിക്കുന്നത്? ICICI ലോംബാർഡ്. ഭാരതി അക്സ ജനറൽ ഇൻഷുറൻസ് കമ്പനി ICICI ലോംബാർഡ് ഇൻഷുറൻസ് സ്ഥാപനത്തിലാണ് ലയിക്കുന്നത്. വാഹന ഇൻഷുറൻസ് പുതുക്കുന്ന വേളയിൽ ഏത് രേഖയും കൂടി ഹാജരാക്കണമെന്നാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്? പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. വാഹന ഇൻഷുറൻസ് പുതുക്കുന്ന വേളയിൽ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് രേഖ കൂടി ഹാജരാക്കണമെന്നാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്. വാർഷിക വിറ്റുവരവ് എത്ര രൂപ വരെയുള്ള സ്ഥാപനങ്ങളെയാണ് 2020 ഓഗസ്റ്റിൽ GSTയിൽ നിന്ന് ഒഴിവാക്കിയത്? 40 ലക്ഷം രൂപ. വാർഷിക വിറ്റുവരവ് 40 ലക്ഷം രൂപ വരെയുള്ള സ്ഥാപനങ്ങളെയാണ് 2020 ഓഗസ്റ്റിൽ GSTയിൽ നിന്ന് ഒഴിവാക്കിയത്.
ബിഗ് ബസാർ, ബ്രാൻഡ് ഫാക്ടറി, നീൽഗിരീസ് തുടങ്ങിയ വ്യാപാര ശൃംഖലകളുടെ ഉടമകളായ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെ വാങ്ങിയ കമ്പനി. റിലയൻസ് റീട്ടെയിൽ. റിലയൻസ് റീട്ടെയിൽ ആണ് ബിഗ് ബസാർ, ബ്രാൻഡ് ഫാക്ടറി, നീൽഗിരീസ് തുടങ്ങിയ വ്യാപാര ശൃംഖലകളുടെ ഉടമകളായ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെ വാങ്ങിയത്. യുഎസിന്റെ ഏജൻസിയായ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന് കീഴിലുള്ള ഏത് സംവിധാനത്തിലേക്കാണ് അംഗമായി ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടത്? കമ്മീഷൻ ഓൺ സ്റ്റാറ്റസ് ഓഫ് വിമൻ. യുഎസിന്റെ ഏജൻസിയായ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന് കീഴിലുള്ള കമ്മീഷൻ ഓൺ സ്റ്റാറ്റസ് ഓഫ് വിമൻ സംവിധാനത്തിലേക്കാണ് ഇന്ത്യ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിദേശ ധനസഹായം സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രജിസ്ട്രേഷൻ അനുവദിച്ചത് ഇന്ത്യയിലെ ഏത് പ്രമുഖ ആരാധനാലയത്തിനാണ്? സുവർണ ക്ഷേത്രം. വിദേശ ധനസഹായം സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രജിസ്ട്രേഷൻ അനുവദിച്ചത് ഇന്ത്യയിലെ സുവർണ ക്ഷേത്രത്തിനാണ്. കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ച അന്തർദേശീയ ഏജൻസി. ആംനസ്റ്റി ഇന്റർനാഷണൽ. കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ച അന്തർദേശീയ ഏജൻസിയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. 2020 മാർച്ച് മുതൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കാൻ തീരുമാനിച്ച ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2020 മാർച്ച് മുതൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കാൻ തീരുമാനിച്ച ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ റിസർവ് ബാങ്ക് ട്വിറ്ററുമായി ചേർന്ന് നടത്തുന്ന ക്യാമ്പയിൻ പ്രചാരകൻ. അമിതാഭ് ബച്ചൻ. ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ റിസർവ് ബാങ്ക് ട്വിറ്ററുമായി ചേർന്ന് നടത്തുന്ന ക്യാമ്പയിന്റെ പ്രചാരകനാണ് അമിതാഭ് ബച്ചൻ. ഏറ്റവും നീണ്ട ബജറ്റ് പ്രസംഗം നടത്തിയതിനുള്ള റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ. ഏറ്റവും നീണ്ട ബജറ്റ് പ്രസംഗം നടത്തിയതിനുള്ള റെക്കോർഡ് നിർമ്മല സീതാരാമനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കറണ്ട് അഫയേഴ്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ചെറുകിട കയറ്റുമതിക്കാർക്ക് ഉയർന്ന ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി നിർവിക് നിജിയത് ഋൺ വികാസ് യോജന. ഏപ്രിൽ 1-ന് IRDA തുടക്കം കുറിച്ച സ്റ്റാൻഡേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആരോഗ്യ സഞ്ജീവനി. EY വേൾഡ് എന്റർപ്രനർ ഓഫ് ദ ഇയർ 2020 ആയ ഇന്ത്യൻ വനിത കിരൺ മജുംദാർ ഷാ. ലോകബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ സീനിയർ അഡ്വൈസറായി നിയമിതനായ ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ രാജീവ് ടോപ്നോ. MSME രംഗത്തുള്ളവർക്കായി കേന്ദ്ര സർക്കാർ പുതുതായി തുടങ്ങിയ രജിസ്ട്രേഷൻ പോർട്ടൽ ഉദ്യം രജിസ്ട്രേഷൻ. ഇന്ത്യക്ക് 75,000 കോടിയുടെ ഡിജിറ്റലൈസേഷൻ ഫണ്ട് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച ആഗോള IT സ്ഥാപനം ഗൂഗിൾ. 2019-20 ധനകാര്യ വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാവസായിക പങ്കാളിയായ ലോകരാജ്യം US. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളിയൻ ഇൻഡെക്സ് ആയ ബുൾഡെക്സ് ആരംഭിക്കുന്ന സ്ഥാപനം മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആപ്പിളിന്റെ iPhone SE2 സീരീസിന്റെ അസംബ്ലിംഗ് ആരംഭിച്ച പ്ലാന്റ് വിസ്ട്രോൺ പ്ലാന്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് തയ്യാറാക്കിയ വ്യവസായ സൗഹൃദ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. US-ലെ ഫോർച്യൂൺ മാസിക പുറത്തിറക്കിയ വിവിധ മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന 40 വയസ്സിന് താഴെയുള്ളവരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി ബൈജു രവീന്ദ്രൻ. നെതർലൻഡിലെ റാബോബാങ്ക് പുറത്തിറക്കിയ 20 അംഗ ആഗോള ഡയറി സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കമ്പനി അമുൽ. $200 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇലക്ട്രിക് വാഹനങ്ങളെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയ സംസ്ഥാനം തമിഴ്നാട്. ഓൺലൈൻ ടെലിമാർക്കറ്റിംഗ് വ്യാപാര ശൃംഖലകളെ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ഉപഭോക്തൃ സംരക്ഷണം പ്രാബല്യത്തിൽ വന്ന വർഷം 2020 ജൂലൈ 20. ഹാരൂൺ ഇന്ത്യ ഫിലോന്ത്രോപ്പി ലിസ്റ്റിൽ 1-ാമതെത്തിയ വ്യക്തി അസിം പ്രേംജി. UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ പേയ്മെന്റ് സേവനം തുടങ്ങിയ സന്ദേശ വിനിമയ സംവിധാനം വാട്സ്ആപ്പ് മെസ്സഞ്ചർ.
ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ IT കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്ഥാപനം TCS. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി ചെയർമാനായ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ. ഇന്ത്യൻ IT വ്യവസായത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി FC കോഹ്ലി. ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ വകുപ്പ് 45 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് നിർബന്ധിത ലയനം പ്രഖ്യാപിച്ച സ്വകാര്യ ബാങ്ക് ലക്ഷ്മി വിലാസ് ബാങ്ക്. നിർബന്ധിത ലയനം പൂർത്തിയാക്കിയ ലക്ഷ്മി വിലാസ് ബാങ്ക് ലിമിറ്റഡിന്റെ പുതിയ പേര് DBS ബാങ്ക് ഇന്ത്യ ലിമിറ്റഡ്. LIC ഏജന്റുമാർക്കായി ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആനന്ദ. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ തികച്ച കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. രാജ്യത്തേക്കുള്ള നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി നെസ്റ്റ് അഥവാ ന്യൂ ആൻഡ് എമർജിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജീസ് എന്ന പുതിയ ഡിവിഷൻ ആരംഭിച്ച കേന്ദ്ര മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം. സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിൻ നടക്കുന്നതിലേക്കായി ജർമ്മനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ്. 1 മുതൽ +2 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അമ്മ ഓടി പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. രാജ്യത്ത് 80 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി 2019-20 സാമ്പത്തിക സർവേയിൽ മുന്നോട്ട് വെച്ച ആശയം അസംബിൾ ഇൻ ഇന്ത്യ. 2020-21 കേന്ദ്ര ബജറ്റിന്റെ പ്രധാന പ്രതിപാദ്യങ്ങൾ ആസ്പിറേഷണൽ ഇന്ത്യ, എക്കണോമിക് ഡെവലപ്മെന്റ്, കെയറിംഗ് സൊസൈറ്റി. 2020 കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ച വിവാദ് സെ വിശ്വാസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പ്രത്യക്ഷ നികുതി. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭക വകുപ്പ് തുടക്കമിട്ട അപ്പിയറി ഓൺ വീൽസ് പദ്ധതി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? തേനീച്ച വളർത്തൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് നൽകിയിട്ടുള്ള പുതിയ പേര് അരുൺ ജെയ്റ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇന്ത്യയിലെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്ററുകളെ നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റർ അതോറിറ്റിയുടെ ആസ്ഥാനം ഗുജറാത്തിലെ ഗാന്ധിനഗർ. ഭൂമിയില്ലാത്ത കൃഷിക്കാർക്ക് കാർഷിക വായ്പ നൽകാനുള്ള ബലറാം യോജന നടപ്പാക്കിയ സംസ്ഥാനം ഒഡീഷ. മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾക്കായി സെബി രൂപം നൽകിയ 20 അംഗ ഉപദേശക കമ്മിറ്റി ഉഷ തൊറോട്ട കമ്മിറ്റി. ഇന്ത്യയിൽ ആദായ നികുതി ദിനം അതായത് ഇൻകം ടാക്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസം ജൂലൈ 24. 1975-77 കാലത്തെ ദേശീയ അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ചവർക്ക് നൽകി വന്ന പെൻഷൻ നിർത്തലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ജനങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകാനുള്ള അരുണോദയ് സ്കീം ആവിഷ്കരിച്ച സംസ്ഥാനം അസം. രാജ്യത്തെ ഏതൊക്കെ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് 50 വർഷത്തേക്ക് സ്വകാര്യ മേഖലയ്ക്ക് നൽകാനാണ് 2020 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? തിരുവനന്തപുരം, ജയ്പൂർ, ഗുവാഹട്ടി. ഏത് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിന്റെ പേരാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് മാറ്റിയത്? റെലിഗർ ഹെൽത്ത് ഇൻഷുറൻസ്. ഭാരതി അക്സ ജനറൽ ഇൻഷുറൻസ് കമ്പനി ഏത് ഇൻഷുറൻസ് സ്ഥാപനത്തിലാണ് ലയിക്കുന്നത്? ICICI ലൊംബാർഡ്. വാഹന ഇൻഷുറൻസ് പുതുക്കുന്ന വേളയിൽ ഏത് രേഖയും കൂടി ഹാജരാക്കണമെന്നാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്? പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. വാർഷിക വിറ്റുവരവ് എത്ര രൂപ വരെയുള്ള സ്ഥാപനങ്ങളെയാണ് 2020 ഓഗസ്റ്റിൽ GSTയിൽ നിന്നും ഒഴിവാക്കിയത്? 40 ലക്ഷം രൂപ. ബിഗ് ബസാർ, ബ്രാൻഡ് ഫാക്ടറി, നീൽഗിരീസ് തുടങ്ങിയ വ്യാപാര ശൃംഖലകളുടെ ഉടമകളായ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെ വാങ്ങിയ കമ്പനി റിലയൻസ് റീട്ടെയിൽ. വിദേശ ധനസഹായം സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രജിസ്ട്രേഷൻ അനുവദിച്ചത് ഇന്ത്യയിലെ ഏത് പ്രമുഖ ആരാധനാലയത്തിനാണ്? സുവർണക്ഷേത്രം. US-ന്റെ ഏജൻസിയായ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന് കീഴിലുള്ള ഏത് സംവിധാനത്തിലേക്കാണ് അംഗമായി ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടത്? കമ്മീഷൻ ഓൺ സ്റ്റാറ്റസ് ഓഫ് വിമൻ. കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച അന്തർദേശീയ ഏജൻസി
ആംനസ്റ്റി ഇന്റർനാഷണൽ. 2020 മാർച്ച് മുതൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കാൻ തീരുമാനിച്ച ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ റിസർവ് ബാങ്ക് ട്വിറ്ററുമായി ചേർന്ന് നടത്തുന്ന ക്യാമ്പയിന്റെ പ്രചാരകൻ അമിതാഭ് ബച്ചൻ. ഏറ്റവും നീണ്ട ബജറ്റ് പ്രസംഗം നടത്തിയതിനുള്ള റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ.